ഇതിന്റെ അകത്ത് ചിലരോട് ഞാൻ ആത്മാവി പ്രവചിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി, കഴിഞ്ഞ ചില മാസങ്ങളായി നീ വല്ലാതെ കണ്ണീര് കണ്ടു. നീ വല്ലാതെ ഉടഞ്ഞ വിഷയത്തിന് ആരും കണ്ടില്ലല്ലോ. അത് തുരുത്തിയിലാക്കി വെച്ച് തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ഈ സഭയെ നോക്കി, വ്യക്തികളെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനം 56:8 ഇങ്ങനെ പറയുന്നു, നീ എന്റെ ഉഴവുചാലുകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഈ തുരുത്തി എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ആൾക്കാര് മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ വെള്ളം കരുതാനായി, അവരുടെ എണ്ണ കരുതാനായി, സാധനം ഇട്ട് സൂക്ഷിക്കാനായി മൃഗത്തിന്റെ തോല് വെച്ച നല്ലൊരു ശതമാനം, അപൂർവം ചില സമയങ്ങളിൽ മണ്ണിന്റെ ക്ലേ വെച്ചും അല്പം ഉണ്ടാക്കാറുണ്ട്. എങ്കിലും മൃഗത്തിന്റെ തോല് വെച്ച് ആണ് ഈ തുരുത്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ സംഭവമാണ് ശേഷി. എന്നാൽ അന്നത്തെ കാലത്ത് ഒത്തിരി വല്ലാതെ വേദന വരുമ്പോൾ ദൈവമേ ഓർക്കണേ എന്ന് പറഞ്ഞ് ഒരു ചരിത്രം പറയുന്നു. ഈ എണ്ണയ്ക്കും വെള്ളത്തിനും മാത്രമല്ല, പ്രധാനപ്പെട്ട ഓയിൽ ഒഴുക്കി വെക്കാൻ മാത്രമല്ല, അവരുടെ കണ്ണീരുൾപ്പെടെ അവരുടെ വിലാപത്തെ ഓർക്കാനായി അവര് തുരുത്തിക്കാത്തോടി കണ്ണീര് വെക്കും. കഴിഞ്ഞ നാളുകൾ കടന്നുപോയ അനുഭവത്തെ ഓർക്കാനായി തുരുത്തിക്കാത്ത് വെള്ളം പിടിച്ചു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ അതേപോലെ ഹല്ലേലൂയ എന്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിലാക്കി നീ വെക്കണം. അത് നീ മറക്കരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന സകലരോടും നോക്കി ഞാനൊരു ദൂത് പോലെ, പ്രവചന ശബ്ദം പോലെ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കണ്ണീര് കണ്ട, നീ വല്ലാതെ പ്രാർത്ഥിച്ച, നീ വല്ലാതെ വേദനപ്പെട്ട വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ മറുപടി കാണാൻ പോകുകയാ. കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, നിന്റെ കണ്ണുനീര് ഒഴുകി തീർന്നു പോകുകയല്ല, നിന്റെ തലങ്ങണയ്ക്കകത്ത് തീരുകയല്ല, നിന്റെ കർച്ചീഫിന്റെ അകത്ത് ഒപ്പിയെടുക്കുകയല്ല, കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന എന്റെ നല്ലൊരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഒരു ആലോചന പറയുന്നു. ചിലരോട് ഞാൻ ആത്മാവി പ്രവചിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളായി, കഴിഞ്ഞ ചില മാസങ്ങളായി നീ വല്ലാതെ കണ്ണീര് കണ്ടു. നീ വല്ലാതെ ഉടഞ്ഞ വിഷയത്തിന് ആരും കണ്ടില്ലല്ലോ. അത് തുരുത്തിയിലാക്കി വെച്ച് തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ഈ സഭയെ നോക്കി, വ്യക്തികളെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിന്റെ കണ്ണുനീരുകളെ ദൈവം തുരുത്തിക്കകത്താക്കി വെച്ച് ദൈവം ഓർത്തു ചില മറുപടികൾ തരാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഞാൻ പ്രവചിക്കുന്നു. അത് ഈ സഭ